ഒരു വെറൈറ്റി ലുക്കുള്ള ഒരു ചെറിയ എസ് യു സെഗ്മെന്റിൽ നിൽക്കുന്ന വാഹനം. ആ ഒരു സൈഡ് പ്രൊഫൈലിൻ്റെ ഒരു ലുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും കളർ കോമ്പിനേഷൻ, അതിലൊരു വെതർഷിപ്പിനകത്തൊക്കെ ഒരു ക്രോം ഫിറ്റിംഗ്സ് ഇങ്ങനെ വന്ന് ആ ഡോർ ഹാൻഡിലൊക്കെ ഒരു ക്രോം ഫിറ്റിംഗ്സ് വന്നതോടുകൂടി ആ ഒരു മൂന്നും കളർ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു യുണീക്ക്നെസ് ലഭിക്കുന്ന ഒരു വാഹനം. അതും 2017 മോഡലിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ KUV എന്ന K6+ എന്ന പേരിൽ നിൽക്കുന്ന KL04 ആലപ്പുഴ രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം. മൊത്തത്തിൽ ആ ഒരു ബ്ലാക്കിൻ്റെയും റെഡിൻ്റെ ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വാഹനം പോയിട്ടുള്ളത്. പെട്രോൾ എഞ്ചിൽ സെക്കൻഡ് ഓൺഷിപ്പിൽ 70,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനമാണ്. K6+ എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS അങ്ങനെ തുടങ്ങിയിട്ടുള്ള A to Z ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് വരണമെങ്കിൽ ബാക്ക് വൈപ്പർ അടക്കുന്നു, ഡിഫോഗർ അടക്കുന്നു. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ഒരു ആവറേജ് കണ്ടീഷനിൽ ടയർ കണ്ടീഷൻ നിൽക്കുന്നു. എക്സ്റ്റീരിയർ ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിലും സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, അതേപോലെ സെൻട്രൽ ലോക്കിംഗ് വരുന്നു. അങ്ങനെ ബേസിക്കലി ഒരു വാഹനത്തിന് എന്തൊക്കെയാണോ ഫീച്ചേഴ്സ് വേണ്ടത് അതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു SUV സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു താരരാജാവിനെ പോലെ മിന്നി തിളങ്ങുന്ന ഒരു വാഹനം. അതാണ് മഹീന്ദ്രയുടെ KUV എന്ന ഈ ഒരു ഡുവൽ ടോണിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു വാഹനം. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 2,85,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 2.5 ലക്ഷം വരെ അല്ലെങ്കിൽ 2,60,000 ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി സഡാൻ സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടി നമ്മൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. 2018 മോഡലിൽ നിൽക്കുന്ന ഹ്യൂണ്ടൈൻ്റെ വേണ എന്ന വാഹനം, അതും സിംഗിൾ ഓണർഷിപ്പിൽ 49,000 കിലോമീറ്റർ ഓടിയുള്ള KL29 കായംകുളം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന SX എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. SX ആയതുകൊണ്ട് തന്നെ പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നു, ഫോഗ് ലാംപ്സ് വരുന്നു, അലോയ് വീൽസ് വരുന്നു, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ് വരുന്നു, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നു, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ABS, എയർ ബാഗും, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന യാത്രാ കംഫർട്ട് ലഭിക്കുന്ന ഒരു സഡാൻ സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു വാഹനം. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഒരു 12 to 14 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. സിംഗിൾ ഓണർഷിപ്പിൽ പ്രോപ്പർലി സർവീസ് കാര്യങ്ങളെല്ലാം കമ്പനി ത്രൂ പോയിട്ടുള്ള വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത്യാവശ്യം ഇന്റീരിയർ സ്പേസ് വരുന്നു, റിയർ AC വിൻസ് വരുന്നു. അങ്ങനെ ബാക്ക് റോഡൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനം കൂടി. യാത്രാ കംഫർട്ട് എന്ന് പറഞ്ഞാൽ വെർണയുടെ യാത്രാ കംഫർട്ട് വേറെ ലെവൽ തന്നെയാണ്. ഹോണ്ട സിറ്റി, വേർണ, മാരുതി സിയാസ് അതൊക്കെ ഒരേ കാറ്റഗറിയിൽ പോകുന്ന വാഹനങ്ങളാണ്. സഡാൻ സെഗ്മെന്റ് വാഹനങ്ങളായതുകൊണ്ട് അതിൻ്റെ ഒരു കംഫർട്ട് എത്ര ലോങ് ഡ്രൈവ് ആണെങ്കിൽ പോലും നമുക്കൊരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 7,15,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 6.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ 2 വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു ഹ്യൂണ്ടായിൻ്റെ ഒരു ലോ കിലോമീറ്റർ ഓടിയുള്ള വേർണ എന്ന വാഹനം, മഹീന്ദ്രയുടെ ഒരു KUV എന്ന വാഹനം. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസും മറ്റും ബുക്കിംഗ് ആവശ്യമായിട്ടുള്ള കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.